ഞാനിപ്പോൾ ഈ അടുത്ത കാലത്ത് ട്രൈ ചെയ്യുന്ന ക്ലോണുകളൊക്കെ എൻ്റെ ഇതേ ടേസ്റ്റ് ഇതേ വേവ് ലെങ്ത്തിലുള്ള ആളുകളോട് ചോദിച്ചിട്ടൊക്കെയാണ് ഞാൻ വാങ്ങുന്നത് തന്നെ. പലരോട് ഞാൻ പേഴ്സണൽ ഇപ്പോൾ വീഡിയോ കാണുന്ന പലർക്കും അറിയാം, ഞാനത് ചോദിക്കും, നിങ്ങൾ വാങ്ങിയിട്ട് എങ്ങനെയുണ്ട്, പെർഫോമൻസ് ഉണ്ടോ, ലോങ്ജിവിറ്റി ഉണ്ടോ, പിന്നെ പ്രൊജക്ഷൻ കിട്ടുന്നുണ്ടോ, മണം എങ്ങനെയാണ്, ആദ്യം ചോദിക്കുന്ന മണം സിന്തറ്റിക് ആണോ, ചീപ്പ് സ്മെല്ലാണോ, ആൽക്കഹോൾ ബ്ലാസ്റ്റ് ആണെന്നൊക്കെയാണ് ചോദിക്കുന്നത്. പിന്നെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, ഈ പലപ്പോഴും ക്ലോണുകൾ അല്ലെങ്കിൽ ഇൻസ്പയർഡ് പെർഫ്യൂംസിന്റെ മെയിൻ ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഓപ്പണിംഗ് ഒക്കെ സെയിം ആയിരിക്കും, ട്രൈ ഡൗൺ വരുമ്പോൾ വേറെ എന്തോ മണമായിട്ട് മാറും. അല്ലേ ഞാൻ എക്സ്പ്ലോർ ചെയ്ത ഒരു ഹൗസാണ് റേഹാൻ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, കാരണം ഒറിജിനൽ പെർഫ്യൂമുമായിട്ട് വളരെയേറെ സാമ്യം ഉള്ള രീതിയിലാണ് അവർ ചെയ്യുന്നത്. ഇപ്പോൾ ട്രൈ ചെയ്ത പെർഫ്യൂംസ് ഒക്കെ വാല്യൂ ഫോർ മണി ആയിരുന്നു, വർത്തായിരുന്നു, നല്ല രീതിയിൽ അവർ ചെയ്യുന്നുണ്ട്. അങ്ങനെ എനിക്ക് അടുത്ത കാലത്ത് കൂടുതൽ ആൾക്കാർ ആവശ്യപ്പെട്ടൊരു പെർഫ്യൂമാണ് റേഹാൻ ലയൺ. ഇതാണ് എൻ്റെ ബോക്സിൻ്റെ ഡിസൈൻ. പേരും ബോട്ടിലും പെർഫ്യൂമുമായിട്ട് യാതൊരു ബന്ധമില്ല. ബാച്ച് കോഡും കാര്യങ്ങളും EDP ആണ് കോൺസെൻട്രേഷൻ വരുന്നത്. വേറൊന്നുമില്ല, പൊട്ടിക്കാൻ. ഞാൻ ഓൾറെഡി ഒരെണ്ണം യൂസ് ചെയ്തു. ഒരു സിമ്പിൾ ആയിട്ടുള്ള ബോക്സ് ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്, പ്രത്യേകിച്ച് ഒന്നുമില്ല. അൺബോക്സ് ചെയ്യാം. ഇതാണ് ബോട്ടിൽ. ഇവിടെ റൈഹാൻ, താഴെ ബാച്ച് കോഡ്. ഇതിലെ ഒരു ഡിസൈൻ ഉണ്ടല്ലേ, ഇത് യുദ്ധത്തിനൊക്കെ പോകുന്നു പടയാളികളുടെയൊക്കെ പരിചയലൊക്കെ എംബോസ് ചെയ്തിരിക്കുന്ന പോലത്തെ ഒരു ബ്രോൺസ് ഡിസൈനിലുള്ള ഒരു പാറ്റേണാണ് കൊടുത്തില്ല. ലയണിൻ്റെ സൂക്ഷിച്ച് നോക്കുമ്പോൾ കുറേ കൂടി ഡീറ്റെയിലിംഗ് കാണാൻ പറ്റും ഇവിടെയൊക്കെ. പക്ഷേ ഈ ബോട്ടിൽ അതുപോലെ ഈ ഡിസൈൻ, ഇതിനകത്ത് ചേർത്തിരിക്കുന്ന ജ്യൂസൊക്കെ തമ്മിൽ നമുക്ക് ഒരു ബന്ധമില്ലാത്ത രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പം ടോപ്പ് നോട്ട് പറയാം, ഇത് മെയിൻ അക്കൗണ്ട്സ് എന്ന് പറയുന്നത് ആരോമാറ്റിക്, വാനില, ആംബർ, ഫ്രഷ് സ്പൈസി, ലാവൻഡർ, സ്വീറ്റ്, ഗ്രീൻ, ഫ്രൂട്ടി, സിനമൺ, വാം സ്പൈസി. 2024 ഈ പെർഫ്യൂം ലോഞ്ച് ചെയ്തത്. ടോപ്പ് നോട്ട് പെയർ, ലാവൻഡർ, മിന്റ്, ബെർഗാമോ. മിഡിൽ നോട്ട് വരുമ്പോൾ സിനമൺ, സേജ്, ക്യൂമിൻ. ബേസ് നോട്ടിൽ വാനില, ആംബർ, സീഡർ, പച്ചോളി. ഈ പെയർ, ലാവൻഡർ, മിന്റ്, ബെർഗാമോ, ഈ 4 നോട്ട് കേട്ടിട്ട് പരിചയമുണ്ടോ? അൾട്രാമെയിലിന്റെ ഒരു ക്ലോണാണ്, ഇൻസ്പയർഡ് ആണ് റേഹാൻ ലയൺ. അൾട്രാമെയിൽ പലതവണ യൂസ് ചെയ്ത് തീർത്തൊരു പെർഫ്യൂം, എനിക്ക് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള പെർഫ്യൂമുകളൊന്നാണ് അൾട്രാമെയിൽ. ഒരു 5 കൊല്ലം 10 കൊല്ലം കഴിഞ്ഞാൽ അൾട്രാമെയിൽ അന്നും മാർക്കറ്റിൽ തരംഗം സൃഷ്ടിക്കാൻ കഴിവുള്ള ഒരു DNA ആണ്. ഒരിക്കലും ഒരു എക്സ്പയർഡ് ആവുന്ന ടൈപ്പ് DNA അല്ല, അല്ലെങ്കിൽ ഒരു വിന്റേജ് ടൈപ്പ് ആയിട്ട് മാറുന്ന ഒരു മണമല്ല. എപ്പോൾ അടിച്ചാലും ഒരു ഫ്രഷ്നസ് തോന്നുന്നൊരു പെർഫ്യൂമാണ് അൾട്രാമെയിൽ. ഓക്കെ, പിന്നെ എടുത്തു പറഞ്ഞൊരു കാര്യം, മാഗ്നറ്റിക് ആയിട്ടാണ് ക്യാപ്പ് കൊടുത്തിരിക്കുന്നത്. അത് നല്ല രീതിയിൽ ഹോൾഡ് ചെയ്യുന്നുണ്ട്, കണ്ടില്ലേ? നല്ല രീതിയിൽ ഹോൾഡ് ചെയ്യുന്നുണ്ട്, ഉണ്ടോ? അല്ലെ ബ്ലൂഡേ ഷാനൽ, ഡിയോർ സവാഷനൊക്കെ യൂസ് ചെയ്തിരിക്കുന്ന പോലെ ശക്തിയുള്ള, ഉണ്ടോ, മാറ്റാണ് കൊടുത്തിരിക്കുന്നത്. ട്രൈ നോക്കാം. സ്പ്രേയർ 10,000, 20,000, 30,000 രൂപ വില വരുന്ന പെർഫ്യൂമിന് പോലും ഇപ്പോൾ സ്പ്രേയറിന്റെ ക്വാളിറ്റി കുറഞ്ഞു വന്നിട്ടിരിക്കുക ഓട്ടോമേസറിന്റെ. പക്ഷേ ഇതുപോലെ ഇൻസ്പയർഡ് ക്ലോൺസ് ഇറക്കുന്ന ബ്രാൻഡിന്റെയൊക്കെ സ്പ്രേയർ ഒരു രക്ഷയില്ല. അൾട്രാ വളരെ സിമിലർ ആണ്. കാരണം ഈ അഫ്ന 9 PM ട്രൈ ചെയ്ത സമയത്ത് ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട്, ഞാനത് ഈ അഫ്ന 9 PM മെയിൻ ആയിട്ട് മിസ് ചെയ്യുന്ന ഒരു നോട്ട് എന്ന് പറയുന്നത് പെയർ. ഈ അൾട്രാമെയിൽ ആക്കുന്നത് ആ പെയർ ഫ്രൂട്ടിന്റെ ഒരു നോട്ടാണ്. പക്ഷേ ഈ അഫ്ന 9 PM വരുമ്പോൾ ആ പെയർ നോട്ടൊന്ന് താന്നിട്ട് ലാവൻഡറിന്റെ നോട്ട് ഒരു പൗഡറി ആയിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, അൾട്രാമെയിൽ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് മെയിൻ ആയിട്ട് കിട്ടേണ്ടത് ഈ പെയർ ഫ്രൂട്ടിന്റെ നോട്ടാണ്. അത് ആ ഒരു മണമാണ് അതിനെ പിടിച്ചു നിർത്തുന്ന ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്നത്. പക്ഷെ അഫ്ന 9 PM എനിക്കത് കിട്ടിയില്ല, നല്ലതുപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് പെട്ടെന്ന് കൊടുത്തങ്ങ് ഒഴിവാക്കി ഞാനത്. വളരെ സിന്തറ്റിക് ആയിട്ട് തോന്നി. പക്ഷെ റേഹാൻ അങ്ങനെയല്ല. റേഹാന്റെ ഓപ്പണിംഗ് തന്നെ ഈവൻ അൾട്രാമെയിലിനേക്കാൾ കുറച്ചുകൂടി സ്മൂത്ത് ആയിട്ടുള്ള ഓപ്പണിംഗ് ആണ്. നമുക്ക് പെട്ടെന്ന് കയറി ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഈ റേഹാന്റെ ലയൺ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ പെയർ ഫ്രൂട്ടിനോടൊപ്പം തന്നെ ലാവൻഡറിന്റെ ഒരു നോട്ട്, പിന്നെ മിന്റ്, ബെർഗാമോ, ഇതെല്ലാം നമുക്ക് 4 നോട്ടും നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റും. അടിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്, ഈ 4 നോട്ടും കിട്ടുന്നുണ്ട്. പക്ഷെ ഒരു ഫ്രൂട്ടി ഓപ്പണിംഗ് റേഹാൻ ലയണിൽ നല്ല രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട്. ഞാൻ അഫ്ന 9 PM അതുപോലെ തന്നെ അൾട്രാമെയിലിന്റെ പല ക്ലോണുകളും ട്രൈ ചെയ്തിട്ട് എനിക്ക് ഈ ഒരു ഫീൽ കിട്ടിയിട്ടില്ല. പക്ഷെ റേഹാനിൽ എനിക്കത് കിട്ടി. അതുപോലെ തന്നെ ഈ പറയുന്ന ലാവൻഡറിന്റെ മണവും പിന്നെ മിഡിൽ നോട്ടിലെ ഒരു സേജിന്റെ മണവും പിന്നെ സിനമൺ, ഇതെല്ലാം കിട്ടുന്നുണ്ടായിരുന്നു. എനിക്കതെല്ലാം മനസ്സിലാക്കാൻ പറ്റി. അൾട്രാമെയിലിൽ എന്തൊക്കെയാണോ കിട്ടിയത് അത് തന്നെയാണ് റേഹാനിലും കിട്ടുന്നത്. ഇപ്പോൾ ഒരു 9,000 രൂപ കൊടുത്ത് വാങ്ങിയിട്ട് 125 ml ബോട്ടിൽ വാങ്ങിയിട്ട് ഒരു 3,000 താഴെ നമ്മൾ ഇതും വാങ്ങി സൈഡ് ബൈ സൈഡ് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല ഇതിനകത്ത്. ഇത് സാധാരണക്കാരനാണെന്നുണ്ടെങ്കിൽ 2 ഒന്നാണല്ലോ എന്ന് പറയും തീർച്ചയായും. ഇത് മൂക്കുകൊണ്ട് ഉരച്ചുരച്ച് നോക്കി പരിശോധിക്കുന്നവർക്ക്
ഒരു മൈന്യൂട്ട് ആയിട്ടുള്ള ഡിഫറൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു ചെറിയൊരു മൈന്യൂട്ട് ഡിഫറൻസിന് വേണ്ടിയിട്ട് നിങ്ങൾ എക്സ്ട്രാ പൈസ മുടക്കണമെന്ന് ചോദിക്കുമ്പോൾ ഞാനത് ഈ നല്ല രീതിയിൽ നല്ല ഇൻസ്പയർ ആണെന്നുണ്ടെങ്കിൽ ഞാനത് റെക്കമെൻഡ് ചെയ്യുന്നില്ല ഒരു എക്സ്ട്രാ പൈസ മുടക്കി വാങ്ങാനായിട്ട്. പിന്നെ തീർത്തും സിന്തറ്റിക് ആയിട്ട് ചീപ്പ് സ്മെല്ലാണെങ്കിൽ മാത്രമേ ഞാനത് വാങ്ങണ്ട എന്ന് പറയാറുള്ളൂ. ഇപ്പോൾ ഞാനിപ്പോൾ ഈ അടുത്ത കാലത്ത് ട്രൈ ചെയ്യുന്ന ക്ലോണുകളൊക്കെ എൻ്റെ ഇതേ ടേസ്റ്റ് ഇതേ വേവ് ലെങ്ത്തിലുള്ള ആളുകളോട് ചോദിച്ചിട്ടൊക്കെയാണ് ഞാൻ വാങ്ങുന്നത് തന്നെ. പലരോട് ഞാൻ പേഴ്സണൽ ഇപ്പോൾ വീഡിയോ കാണുന്ന പലർക്കും അറിയാം, ഞാനത് ചോദിക്കും നിങ്ങൾ വാങ്ങിയിട്ട് എങ്ങനെയുണ്ട്, പെർഫോമൻസ് ഉണ്ടോ, ലോങ്ജിവിറ്റി ഉണ്ടോ, പിന്നെ പ്രൊജക്ഷൻ കിട്ടുന്നുണ്ടോ, മണം എങ്ങനെയാണ്, ആദ്യം ചോദിക്കുന്ന മണം സിന്തറ്റിക് ആണോ, ചീപ്പ് സ്മെല്ലാണോ, ആൽക്കഹോൾ ബ്ലാസ്റ്റ് ആണോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊന്നും അല്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് ഞാൻ ഇതൊക്കെ വാങ്ങുന്നത് തന്നെ. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആദ്യത്തെ സ്പ്രേയിൽ തന്നെ ഓക്കെ വാല്യൂ ഫോർ മണി എന്ന് തോന്നി. ആദ്യത്തെ സ്പ്രേ തന്നെ നമ്മളൊരു സ്പ്രേ അടിക്കുമ്പോൾ തന്നെ സൂപ്പർ എന്നൊരു ഫീൽ വരത്തില്ലേ, അതാണ് എനിക്ക് റേഹാൻ ട്രൈ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത്. അല്ലെങ്കിൽ ഇത് ഓക്കെ എന്ന് പറയാൻ അങ്ങനെ രീതിയിലല്ല, പക്ഷെ അടിച്ചപ്പോൾ തന്നെ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ഒരു ഓക്കെ പറയുന്ന ടൈപ്പിൽ അതിന് മുകളിലുള്ള ഒരു നമ്മൾ എന്തായാലും അൾട്രാമീൽ അല്ലെങ്കിൽ ഈ ഒരു രൂപയ്ക്ക് അൾട്രാമീൽ കിട്ടിയത് പോലെയാണ് എനിക്ക് തോന്നിയത്. 9,000 രൂപ വില വരും, 9,000 രൂപ വില വരുന്നൊരു പെർഫ്യൂം ഒരു 3,000 താഴെ 2,500 ആ റേഞ്ചിൽ ഒരു അൾട്രാമീൽ കിട്ടി എന്ന ഫീലാണ് എനിക്ക് കിട്ടിയത്. ഇനി വാല്യൂ ഫോർ മണി കേട്ടോ, അബ്സല്യൂട്ട് വർത്തായിട്ടുള്ള പെർഫ്യൂം. അൾട്രാമയിൽ എന്തൊക്കെ കിട്ടുന്നു അതിന് ഇതിൽ കിട്ടുന്നു. പിന്നെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, ഈ പലപ്പോഴും ക്ലോണുകൾ അല്ലെങ്കിൽ ഇൻസ്പയർഡ് പെർഫ്യൂംസിന്റെ മെയിൻ ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഓപ്പണിംഗ് ഒക്കെ സെയിം ആയിരിക്കും, ഡ്രൈ ഡൗൺ വരുമ്പോൾ വേറെ എന്തോ മണമായിട്ട് മാറും, വേറെ ഏതോ ഒരു മണമായിട്ട് മാറും. പക്ഷേ ഇതിന്റെ ഡ്രൈ ഡൗണിലും അൾട്രാമയിലിന്റെ ഡ്രൈ ഡൗൺ എന്താണോ അതിന്റെ അതേ സിമിലാരിറ്റി ഉള്ള ഡ്രൈ ഡൗൺ തന്നെയാണ് എനിക്ക് ഇതിൽ നിന്ന് കിട്ടിയത്. അൾട്രാമയിൽ അടിച്ചിട്ട് കിട്ടുന്ന ആ ഒരു ഡ്രൈ ഡൗണിൽ കിട്ടുന്ന ആ ഒരു സ്മെല്ല് വാനില പെർ വാനില ഡ്രൈ ഡൗൺ ആണ് ഏറ്റവും അവസാനം കിട്ടുന്നത് ക്ലൈമാക്സിൽ. അതേ ക്ലൈമാക്സ് തന്നെയാണ് എനിക്ക് ഇതിലും കിട്ടിയത്. അപ്പോൾ തുടക്കം മുതൽ അതിന്റെ അവസാനം വരെ ഒടുക്കം വരെ അൾട്രാമെയിലിന്റെ ആ ഒരു മണം, ആ ഒരു സാന്നിധ്യം തന്നെയാണ് എനിക്ക് റേഹാൻ ലൈനിൽ കിട്ടിയത്. അപ്പോൾ പറഞ്ഞു വരുന്നത് 9,000 രൂപ വില വരുന്ന ഒരു പെർഫ്യൂമിന്റെ മണം അതിന്റെ ടോപ്പ് നോട്ട് തൊട്ട് ബേസ് നോട്ട് വരെ നിങ്ങൾക്ക് ഏകദേശം സിമിലർ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ലൈനിൽ എൻജോയ് ചെയ്യാൻ പറ്റും. ഇനി ഈ പെർഫ്യൂമിന്റെ ലോങ്ജിവിറ്റി എന്ന് പറയുന്നത് ഏകദേശം ഞാൻ ഇന്നലെ രാവിലെയാണ് ഞാനിത് ട്രൈ ചെയ്തത്. ഇന്ന് രാവിലെ എൻ്റെ ഷർട്ടിൽ നേരെ വെളുത്തപ്പോൾ രാത്രി കിടന്ന സമയത്തും എനിക്ക് ഈ മണം ഇടയ്ക്കിടയ്ക്ക് റിമൈൻഡ് ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നു. ആ മണം അവിടെ നിന്ന് പോകുന്നില്ല. അപ്പോൾ രാവിലെ അടിച്ചിട്ട് രാത്രി ആയപ്പോൾ എനിക്ക് മണം വരുന്നുണ്ട്. മാത്രമല്ല പകല് ഞാൻ കുളിക്കാൻ വേണ്ടിയിട്ട് ഷർട്ട് അഴിച്ച സമയത്തും എനിക്ക് ഈ മണം നന്നായിട്ട് എനിക്ക് വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഷർട്ടിൽ മണം നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നൊരു കാര്യം, ഒരു 6 മണിക്കൂറാണ് ഞാൻ പറയുന്നൊരു ലോങ്ജിവിറ്റി. പ്രൊജക്ഷൻ ഏകദേശം 2-3 മണിക്കൂർ നേരം പ്രൊജക്ഷൻ ഉണ്ട്, ഒരു 2.5 മണിക്കൂർ സ്ട്രോങ് ആയിട്ടുള്ള പ്രൊജക്ഷൻ ഉണ്ട്. അപ്പോൾ റെക്കമെൻഡ് ചെയ്യുന്ന സ്പ്രേ എന്ന് പറയുന്നത് 8 to 10 സ്പ്രേ. ഓഫീസിൽ ധൈര്യമായിട്ട് അടിക്കാൻ പറ്റുന്ന ഒരു പെർഫ്യൂമാണ്. അതായത് ഫ്രൂട്ടി സ്മെല്ലുണ്ട്, പെയർ ഫ്രൂട്ട്, ഭയങ്കര സെക്സി ആയിട്ടുള്ള സ്മെല്ല്. അൾട്രാമെയിൽ നിങ്ങൾക്ക് അറിയാം, ഞാനത് വലിച്ചു വാരി പറയാത്തതാണ്. അൾട്രാമെയിൽ എത്ര പറഞ്ഞാലും അത് മതി വരത്തില്ല, അങ്ങനെയുള്ള ഒരു പെർഫ്യൂമാണ് അൾട്രാമെയിൽ. എല്ലാവരും കളക്ഷൻ ഉണ്ട് ഈ സാധനം. അൾട്രാമെയിൽ ഇല്ലാത്തൊരു കളക്ഷൻ ഇല്ല. ഒരു പെർഫ്യൂം ലവർ ആണെങ്കിൽ അൾട്രാമെയിൽ ഇല്ലാത്തൊരു കളക്ഷൻ അവിടെ കാണില്ല. അപ്പോൾ അൾട്രാമെയിൽ വാങ്ങാൻ 9,000 രൂപ മുടക്കി വാങ്ങാൻ ബഡ്ജറ്റ് ഇല്ലാത്തവർ ഇത് വാങ്ങുക. ബഡ്ജറ്റ് ഉള്ളവർ വാങ്ങട്ടെ, ബഡ്ജറ്റ് ഇല്ലാത്തവരും പറയാണ് ഇത് വാങ്ങുക. പിന്നെ ഓഫീസിൽ യൂസ് ചെയ്യാം, ഏത് സാഹചര്യത്തിൽ അടിക്കേണ്ടത്. അൾട്രാമെയിൽ എപ്പോൾ വേണമെങ്കിലും അടിക്കാൻ കേട്ടോ. നിങ്ങൾ ഓഫീസിലോ ഔട്ട്ഡോർ ആക്ടിവിറ്റി ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ തിയേറ്ററിൽ സിനിമയ്ക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ ഫീൽഡ് വർക്കിന് പോകുമ്പോഴോ കോളേജിലോ സ്കൂളിലോ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് അടിക്കാൻ പറ്റുന്ന സാധനം. വളരെ വളരെ ഇനോഫൻസീവ് ആയിട്ടുള്ള സ്മെല്ലാണ്. നിങ്ങൾ ഓവർ സ്പ്രേ ചെയ്താലും അടുത്തിരിക്കുന്നവർക്ക് അങ്ങനെ തലവേദന അങ്ങനെ ഒന്നും വരുന്ന ഒരു DNA അല്ല. അത്രയ്ക്ക് സ്പൈസി ആയിട്ടുള്ള, അത്രയ്ക്ക് മുഖത്തിൽ ഇടി കിട്ടുന്ന രീതിയിലുള്ള ഒരു സ്പൈസിനെസ് ഒന്നുമില്ല. വളരെ ഫ്രൂട്ടി, ഫ്രഷ് ലാവണ്ടർ, മിന്റ്, ബെർഗാമോ ഒക്കെ ചേരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു DNA ആണ്. പിന്നെ ഞാൻ പറയുന്നത് യൂണിസെക്സ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയും ഇത് 2 കൂട്ടർക്ക് യൂസ് ചെയ്യുന്ന കുഴപ്പമൊന്നുമില്ല. എനിക്ക് അങ്ങനെ തോന്നിയത്. ലേഡീസ് അടിച്ചെന്ന് പറഞ്ഞൊരു പ്രശ്നമില്ല. കാലാവസ്ഥ എന്ന് പറയുന്നത് ഏത് കാലാവസ്ഥയിലും, രാവിലെയോ ഉച്ചയ്ക്കോ രാത്രിയോ, മഴയുള്ളപ്പോഴോ മഴ ഇല്ലാത്തപ്പോഴോ വെയിലുള്ള സമയത്തോ എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ ഏജ് ലിമിറ്റ് ഏത് പ്രായക്കാർക്ക് യൂസ് ചെയ്യാം, അതാണ് ഏറ്റവും വലിയ ഒരു പ്രത്യേകത. കുറച്ചും കൂടി ഒരു 30-ൽ താഴെയുള്ള ആളുകൾക്കാണെങ്കിൽ കുറെ കൂടി സെറ്റായിരിക്കും. കാരണം അവർ ഈ പറഞ്ഞ പോലെ പാർട്ടി, ക്ലബിങ്, യാത്ര, ബൈക്കിൽ റൈഡ് പോവുക, പിന്നെ കൂട്ടുകാരായിട്ടൊക്കെ വൈകുന്നേരം ഫുഡ് കഴിക്കാൻ പോവുക, മന്തി കഴിക്കാൻ പോവുക, ബിരിയാണി കഴിക്കാൻ പോവുക, അങ്ങനെയൊക്കെ എപ്പോഴും പുറത്ത് തന്നെ നിൽക്കുന്ന ഒരു ടൈപ്പ് ആൾക്കാരല്ലേ. വീട്ടിൽ കാണാനേ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ പറ്റിയ സാധനമാണ് ഇത് റേഹാൻ്റെ ഈ ഒരു സാധനം, അൾട്രാമെയിലിൻ്റെ ഇൻസ്പയർഡ് വെർഷൻ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും, വർത്താണ്. പിന്നെ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ ട്രൈ ചെയ്തിട്ട് വാങ്ങുക. അൾട്രാമെയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇത് ട്രൈ ചെയ്തിട്ട് വേണം വാങ്ങാം. ബ്ലൈൻഡ് ആയിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. വേറൊന്നുമല്ല, ട്രൈ ചെയ്തിട്ട് വാങ്ങുക. നിങ്ങൾക്കത് സെറ്റ് ആവുന്നുണ്ടല്ലോ നോക്കുക. ഓക്കെ, ഇത്രയാണ് എനിക്ക് ഈ പെർഫ്യൂമിനെ കുറിച്ച് പറയാനുള്ളത്. വേറെ ഏതെങ്കിലും റേഹാൻ്റെ പെർഫ്യൂം റെക്കമെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ കമൻറ്റ് റെക്കമെൻഡ് ചെയ്യുക.